അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം അഹങ്കാരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി, പെട്ടെന്ന് കോപിക്കുന്നു. 2, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല. മൂന്നാമതായി, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം കഴിയും, ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്നു. നാലാമതായി, തൻ്റെ കഴിവിലേക്കും നേട്ടങ്ങളിലേക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. 5, വിമർശനങ്ങൾ കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നു. 6, വിമർശകരിൽ നിന്ന് അകന്നു പോകും. 7, വാക്കുകളെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടും. 8, ക്ഷമിക്കാൻ സാധിക്കില്ല. 9, തിരുത്തലുകൾ സ്വീകരിക്കില്ല. 10, വിധേയപ്പെടില്ല. 11, പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു. 12, സ്വയം നശിച്ചാലും തോറ്റുകൊടുക്കില്ല. 13, സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവയിൽ കുടുങ്ങിക്കിടക്കും. 14, ദൈവത്തിൽ ആശ്രയിക്കില്ല, നാഥനിൽ ആശ്രയിക്കില്ല. 15, മറ്റുള്ളവരെ പുച്ഛം പറയും, താഴ്ത്തിക്കെട്ടി സംസാരിച്ചു നടക്കും. 16, തോറ്റാൽ തോൽപ്പിച്ചവനോട് പകവെച്ച് പുലർത്തും. 17, സ്വന്തം തെറ്റുകൾ മനസ്സിലാവാതെ അത് ആവർത്തിക്കും. 18, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഉള്ളത് നിലനിർത്താനോ ഒരിക്കലും സാധിക്കില്ല. 19, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. 20, തെറ്റായ പഠനങ്ങളിൽ പെട്ടെന്ന് വീഴുന്നു. പിന്നെ 21, വീരവാദം മുഴക്കുന്നു. ഇതാണ് അഹങ്കാരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി കാണുന്നത്. അതിന് അഹങ്കാരത്തൊട്ട് നമ്മളെ കാക്കട്ടെ. അഹങ്കാരം ഒരു അണുമണിത്തൂക്കം മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ്റെ എല്ലാം വാതിലായിപ്പോയി. എന്താ ചെയ്യുക? വിനയത്തോടുകൂടെ, അഹംഭാവമൊന്നും ഇല്ലാതെ നാഥനിലേക്ക് തഖ്വയോടെ ആത്മാർത്ഥതയോടുകൂടെ ഇബാദത്തിൽ മുഴുകാനും ജനങ്ങളോട് താഴ്മയോടുകൂടെ പെരുമാറാനും. താഴ്മയുണ്ടോ നാഥൻ ഉയർത്തിക്കളയും. അത്തരക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.